ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് വീണ്ടും നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. 1000 ആണ്ട് വാഴ്ചയുടെ വ്യത്യസ്തമായ തലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഈ പഠനം അനേക പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഈ 1000 ആണ്ട് വാഴ്ചയുടെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് 1000 ആണ്ട് വാഴ്ചയിൽ വിശ്വാസികളുടെ പങ്ക് എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി 3 വേദവാക്യങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കുക. ഒന്ന്, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ടാമതായി 2 തിമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. മൂന്നാമതായി 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് ഈ വാക്യങ്ങളെല്ലാം ഞാൻ വായിച്ച് കേൾപ്പിക്കുവാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിങ്ങനെയുള്ള ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ അത് അതിൻ്റേതായ നിലയിൽ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആദ്യത്തെ ഭാഗമായ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. 2 തിമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ ഒരു വാക്യം കൂടെ മുൻകൂട്ടി ഞാൻ വായിക്കുന്നു. അതിൻ്റെ 11-ാമത്തെ വാക്യം, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. ഇനി അടുത്ത ഒരു വാക്യം 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങളാണ് ഇനി വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദ കാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ഈ ഭാഗങ്ങൾ എല്ലാം 1000 ആണ്ട് വാഴ്ചയും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും മേഘപ്രത്യക്ഷതയും തമ്മിൽ കൂട്ടിക്കലർത്തി പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ ആണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ നമ്മുടെ ഫോക്കസ്, നമ്മുടെ പഠനമെന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ച ആയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത എന്ന വിഷയത്തെ ഇവിടെ ഞാൻ കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, 1000 ആണ്ട് വാഴ്ചയിൽ ക്രിസ്തുവിനോടൊപ്പം വിശ്വാസികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ പൊതുവായൊരു ചോദ്യം ഇവിടെ ഉദ്ധരിക്കുന്നത്, പലരും പഠിപ്പിക്കുന്നത് ദൈവസഭ
മഹോപദ്രവ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകും എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ് ആദ്യം നമ്മൾ വായിച്ചത്. ആദ്യം നമ്മൾ വായിച്ച ആ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അല്പം നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇതൊന്നാമത്തെ പുനരുത്ഥാനം എന്നാണ്. ഈ വാക്യങ്ങൾ നമ്മൾ പലരും ഈ 1000 ആണ്ട് വാഴ്ചയോടുള്ള ബന്ധത്തിലാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, 4-ാമത്തെ വാക്യത്തിൽ ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ 4-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്ന ഒരു ഗണമുണ്ട്, ഒരു രക്ഷിത ഗണമുണ്ട്. ആ ഗണത്തെക്കുറിച്ചുള്ള ആശയമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. എന്നാൽ 5-ാം വാക്യത്തിൽ നാം വായിച്ചത് മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല എന്നാണ്. അപ്പോൾ ഈ ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അന്ന് ഒരു കൂട്ടർ ഇവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ എഴുന്നേൽപ്പിനെ കുറിച്ചാണ് ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത്. അത് ആർക്കാണ് സംഭവിക്കുന്നത്? അത് യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച്, അത് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് വിശ്വാസ സ്നാനം സ്വീകരിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.